നീലാണ്ടന്റെ വീട്ടിൽ വെച്ച് സാവിത്രി കണ്ടപ്പോൾ ഫയൽമാന്റെ മുഖം നീ ശ്രദ്ധിച്ചോടാ. ഫയൽമാന്റെ മോന്റെ അല്ല നമ്മൾ ശ്രദ്ധിച്ചത്, സാവിത്രിന്റെ മോന്റെയാണ്. ഫയൽമാനെ കണ്ടപ്പോ ഓളുടെ മുഖം ബലത്തെ നമ്മ കണ്ടല്ലേ. സാവിത്രിയെ കണ്ടാ ഞെട്ടാത്തവൻ ആരാ ഉള്ളത്? ആർഷഭാരത സംസ്കാരത്തെ തുരങ്കം വെക്കുന്ന വർത്താനം പറയല്ലേ ശങ്കര. ആണും പെണ്ണ് ലൈൻ അടിക്കുന്നത് ആശ്രമാർത്ഥ എന്നാ കാര്യം? ഈ കണാരേട്ടന് ലൈനടിയുടെ വിചാരം മാത്രമേ ഉള്ളൂ. കൂടുന്നു ആ കണാരേട്ടന് ആകെ ലൈനേ ഉള്ളെന്ന് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്റെ സംശയം ഇപ്പോ ഫയൽമാനും സാവിത്രിയും തമ്മിൽ എന്തെങ്കിലും. നമുക്ക് ഫയൽമാനോട് നേരിട്ട് ചോദിച്ചാലോ? എന്നിട്ട് വേണം ഫയൽമാന്റെ വെയിറ്റ് ഉള്ള ഇടിയും കൊണ്ട് വാങ്ങിക്കാൻ. ഒട്ടുംകരക്കാരി പെണ്ണുങ്ങൾക്ക് ഇത്ര ചന്തം കൊടുത്തവർ ആരാടാ? എല്ലാവർക്കും ഉണ്ടല്ലോ, അല്ല എല്ലാരും ഉണ്ടല്ലോ. ഒത്തുപിടിച്ചാ മലയും പോരുമെന്നാണല്ലോ. 1 മണിക്കൂറുണ്ടാ എന്റെ ശരിയാക്കിയത്. ഒരു സൗകര്യമൊക്കെ ഇത് മതിയല്ലോ. ഓഹോ ഇത് തന്നെ ധാരാളം. ഒരു സംശയം ഉണ്ടായിരുന്നു. എന്ത് സംശയമാണെങ്കിലും ചോദിക്കാം, പക്ഷെ ഗുസ്തിയെ കുറിച്ച് മാത്രമായിരിക്കണം. ഇത് ഗുസ്തിന്റെ കാര്യമല്ല, പിന്നെ ഞങ്ങൾക്ക് അറിയേണ്ട സാവിത്രിന്റെ. അല്ല ഫയൽമാനും സാവിത്രിയും തമ്മില് കുറെ നേരം നീ തുടങ്ങിട്ട് എന്താണ് നിന്റെ സംശയം? ഒന്നുമില്ല. നിനക്ക് സംശയം? അത് പിന്നെ ഈ ഗുസ്തി എപ്പം തുടങ്ങുമെന്ന് പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് തുടങ്ങിയിരിക്കും. അതിനു മുമ്പ് തന്റെ ഒരു വക സംശയം ചോദിക്കാറില്ല. തന്റെ ദേഹത്തെ ഞാൻ കുസ്തി മാറ്റി ചെയ്യും. മത്സരം കഴിയുന്നവരെ ഈ സഖാവ് ഫയൽമാൻ സഖാവിന്റെ ഒപ്പം ഉണ്ടാവും. എന്ത് വേണമെങ്കിൽ ചോദിക്കാം. എങ്കിൽ നാളെ വരുമ്പോ കണ്ണു പോവാത്ത ഒരു കൂടം കള്ള്. അല്ല ഈ നാട്ടുകാർ പറയുന്നൊന്നും ഫയൽമാൻ കാര്യാക്കണ്ട. നാട്ടുകാർ എന്തു പറഞ്ഞു? അല്ല ഈ സാവിത്രിയായിട്ട് സാവിത്രിയുടെ